യെസ്, അപ്പൊ നമ്മളുടെ ആദ്യത്തെ ഒരു പാർട്ട് കഴിഞ്ഞു. അടുത്ത നമുക്ക് എക്സസൈസ് 1.2 കിടക്കാം. എക്സസൈസ് 1.2 നമ്മൾ ചോദ്യങ്ങൾ വായിച്ചു നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് നൾ സെറ്റ്? നൾ സെറ്റിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിൽ ഏതൊക്കെ നൾ സെറ്റ് ആണ് അല്ല എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. ഫസ്റ്റ് വൺ, സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. കേൾക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് എന്ത് എഴുതാം? ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഇവിടെ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2ന്റെ സെറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആ സെറ്റ് എഴുതുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്തെഴുതാം? ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് നോക്കാം. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അതിന്റെ സെറ്റ് നമുക്കൊന്ന് നോക്കാം. അതിന്റെ സെറ്റിൽ ആരൊക്കെ ആയിരിക്കും വരുന്നത്? ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 2 3 4 5 6 അങ്ങനെ പോകും. ഓഡ് ആകുമ്പോഴോ 1, യെസ്, അടുത്തേത് വരാം 3 5 7 അങ്ങനെ പോകും അല്ലേ? ഇനി ഈ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മളുടെ ആദ്യത്തെ സെറ്റിൽ വരുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒരാളെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഓഡ് നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ദ സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറയുന്നത് എന്താണ്? നൾ സെറ്റ് ആണ് അല്ലേ? യെസ്, അപ്പൊ നമുക്ക് ഇവിടെ പറയാം ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ നൾ സെറ്റ് അഥവാ എംപ്റ്റി സെറ്റ്. ഓക്കെ, അടുത്തത് സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ്. ഈവൻ പ്രൈം നമ്പേഴ്സിന്റെ സെറ്റ്. ഈവൻ പ്രൈം നമ്പേഴ്സിന്റെ സെറ്റിൽ ഏത് വരുന്നുണ്ട്? 2 വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് എന്താണ്? നൾ സെറ്റ് ആണോ? അല്ല. ഓക്കെ, അടുത്ത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7. 5നെക്കാട്ടി ചെറുത്. 5നെക്കാട്ടി ചെറുത് എന്ന് പറയുമ്പോൾ ഏതാ? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് 5നെക്കാട്ടി ചെറുത് എന്ന് പറയുമ്പോൾ ഏതാ? 1 2 3 4. 7നെക്കാട്ടി വലുതും. 7നെക്കാട്ടി വലുതെന്ന് പറയുമ്പോൾ ഏത് വരും? 8 9 10 11 അല്ലേ? അപ്പൊ 5നെക്കാട്ടി ചെറുതും 7നെക്കാട്ടി വലുതും രണ്ടിനും കൂടെ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമുക്ക് ഒരു നമ്പറും 5നെക്കാട്ടി ചെറുതും 7നെക്കാട്ടി വലുതും ആകാൻ പറ്റൂല അല്ലേ? 7നെക്കാട്ടി വലുതായത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്താകും? 5നെക്കാട്ടി വലുതാകും. അപ്പൊ 5നെക്കാട്ടി ചെറുതാകാൻ പറ്റില്ല. ഇനി 5നെക്കാട്ടി ചെറുതായാലോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് 7നെക്കാട്ടിയും ചെറുതാകും. സോ 5നെക്കാട്ടി ചെറുതും 5നേക്കാൾ ചെറുതും 7നേക്കാൾ വലുതും ആകുന്ന ഒരു നമ്പറും നമുക്ക് നാച്ചുറൽ നമ്പറും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് എന്ന് പറയുന്നത് എംപ്റ്റി സെറ്റ് ആണ്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ. അടുത്ത് y such that y is a point common to any 2 parallel lines. ഏത് 2 പാരലൽ ലൈനുകൾക്കും കോമൺ ആയിട്ടുള്ള പോയിന്റ്. എന്താണ് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ? ഒരിക്കലും ഇന്റർസെക്റ്റ് ചെയ്യാത്ത, കൂട്ടിമുട്ടാത്ത ലൈനുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാരലൽ ലൈൻസ്. ഒരിക്കലും കൂട്ടിമുട്ടൂല്ലെങ്കിൽ അവർക്കൊരു കോമൺ പോയിന്റ് ഉണ്ടാകോ? ഒരിക്കലും ഉണ്ടാകൂല. ഫോർ എക്സാമ്പിൾ നമ്മളിതാ ഇങ്ങനെ 2 പാരലൽ ലൈൻസ് വരച്ചു. ഇത് എപ്പോഴെങ്കിലും കൂട്ടിമുട്ടോ? ഇതിന് ഏതെങ്കിലും കോമൺ പോയിന്റ് ഉണ്ടോ? ഇവിടുത്തെ പോയിന്റ് ഏതെങ്കിലും ഈ പോയിന്റുമായിട്ട് വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ കോമൺ പോയിന്റ് ടു എനി 2 പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് ഒരു എംപ്റ്റി സെറ്റ് ആണ്. ഓക്കെ, സോ ഇത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്? ഈ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ഫൈനൈറ്റ്, ഏതൊക്കെയാണ് ഇൻഫൈനൈറ്റ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ. ഒരു വർഷത്തിലുള്ള മാസങ്ങളുടെ കളക്ഷൻ. ഏതൊക്കെ മാസം ഒരു വർഷം ഉള്ളേ? ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ. 12 മാസങ്ങളാണ് ഒരു വർഷം ഉള്ളത് അല്ലേ? അപ്പൊ നമുക്കറിയാം അതിൽ എത്ര എലമെന്റ്സേ ഉള്ളൂ? 12 എലമെന്റ്സേ ഉള്ളൂ. സോ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ എന്ന് പറയുന്ന എന്ത് സെറ്റാണ്? ഫൈനൈറ്റ് സെറ്റ് ആണ്. അടുത്തത് സെറ്റ് 1 2 3 എക്സെട്ര. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കുത്തും കൂടെ ഉണ്ട്. ഓക്കെ, സെറ്റ് 1 2 3 എക്സെട്ര. അപ്പം നമുക്ക് എന്ത് പറയാം? ഈ ഒരു സെറ്റ് ഇത് നമുക്ക് ആക്ച്വലി എന്തെന്ന് പറയാം? സെറ്റ് ഓഫ്
നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞു പോകുന്ന സെറ്റ് എന്ത് സെറ്റാണ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റ് ഇതില് ഫൈനൈറ്റ് എലമെന്റ്സ് ആണോ ഉള്ളത്? ഒരിക്കലുമല്ല. ഇതൊരിക്കലും എൻഡ് ചെയ്യുന്നില്ല അല്ലേ? പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതില് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എൻ ഇൻഫൈനൈറ്റ് സെറ്റ്. അടുത്തത് സെറ്റ് 1 2 3 എക്സെട്ര 99 100. ഇവിടത്തെ ഇതിന് എന്താണ് വ്യത്യസ്തമാക്കുന്നത്? ഇവിടെ നമുക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? പക്ഷെ ഇവിടെ നമുക്കറിയാം എവിടെ വന്ന് സ്റ്റോപ്പ് ആക്കണം? 99 100 എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ആക്കണം. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്ത് സെറ്റാണ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. 100 അതിനെക്കാട്ടി ചെറുതോ ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷനാണിത്. ഇതിൽ എത്ര ആൾക്കാരുണ്ട്? 100 ആൾക്കാരുണ്ട് അല്ലേ? അപ്പൊ നമുക്കൊരു എണ്ണം പറയാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇതൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെന്ത് പറയാം? ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് പറയാം. അടുത്തത് ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100. 100നെക്കാട്ടി വലിയ പോസിറ്റീവ് ഇൻഡിജേഴ്സിന്റെ കളക്ഷൻ. 100നെക്കാട്ടി വലിയ എത്ര പോസിറ്റീവ് ഇൻഡിജർ ഉണ്ട്? 101 102 103 104 എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം അല്ലേ? 1000 1001 1002 10000 1,00,000 10,00,000 ഇങ്ങനെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. കാരണം 100നെക്കാട്ടി വലിയ പോസിറ്റീവ് ഇൻഡിജേഴ്സ്. എത്ര പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട് 100നെക്കാട്ടി വലുത്? എണ്ണാൻ പറ്റോ? ഇല്ല. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട് അല്ലേ 100നെക്കാട്ടി വലുത്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് സെറ്റാണ്? ഇൻഫൈനൈറ്റ് സെറ്റാണ്. അടുത്തത് ദ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99. 99നെക്കാട്ടി ചെറിയ പ്രൈം നമ്പേഴ്സിന്റെ കളക്ഷൻ. 99നെക്കാട്ടി ചെറിയ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടായിരിക്കും? ഒരു ലിമിറ്റഡ് എണ്ണേ ഉണ്ടാവത്തുള്ളൂ അല്ലേ? അത് തീർച്ചയായിട്ടും നമുക്കറിയാം. കാരണം 99നെക്കാട്ടി ചെറുതായിട്ട് എത്ര നാച്ചുറൽ നമ്പേഴ്സേ ഉള്ളൂ? 98 നാച്ചുറൽ നമ്പേഴ്സേ ഉള്ളൂ 99നെക്കാട്ടി ചെറുതായിട്ട്. എന്തായാലും അതിനെക്കാട്ടി കുറവായിരിക്കും എന്തെന്ന് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്, പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ എണ്ണം നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ കൂടിയും നമുക്കറിയാം അവിടെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആ ഗ്രൂപ്പിൽ കാണത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതൊരു ഫിക്സഡ് നമ്പർ ആയിരിക്കൂലേ 99നെക്കാട്ടി ചെറിയ പ്രൈം നമ്പേഴ്സിന്റെ കളക്ഷൻ എന്ന് പറയുന്നത്? അതെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാം ഫൈനൈറ്റ്. ഈ സെറ്റ് എന്ന് പറയുന്നത് എന്ത് സെറ്റാണ്? ഫൈനൈറ്റ് സെറ്റ് ആണ്. ഓക്കെ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഈസ് ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. ഈ തന്നിരിക്കുന്ന സെറ്റുകൾ ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന് പറയുക. നേരത്തെ കൂടുതൽ നമുക്ക് കൃത്യമായിട്ട് എണ്ണം പറയാൻ കഴിയുന്നെങ്കിൽ ഇവിടെ ചിലപ്പോൾ എണ്ണം പറയാൻ കഴിയണം എന്നില്ല. ബട്ട് എന്നാലും ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫൈനൈറ്റ് സെറ്റ് ആണ്. ഇനി ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് അല്ല, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇൻഫിനിറ്റ് സെറ്റ് ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ദ സെറ്റ് ഓഫ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസുമായിട്ട് പാരലൽ ആയിട്ട് വരുന്ന ലൈനുകളുടെ കളക്ഷൻ. നമുക്ക് എക്സ് ആക്സിസ് അറിയാം അല്ലെ? ഹൊറിസോണ്ടൽ ലൈൻ ആണ്. അതിന് പാരലൽ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ വൈയില് ഓരോ യൂണിറ്റിൽ ടച്ച് ചെയ്യുന്ന രീതിക്ക്, ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ്, തേർഡ് യൂണിറ്റ്, അങ്ങനെ ഓരോ യൂണിറ്റിൽ ടച്ച് ചെയ്യുന്ന രീതിക്ക് നമ്മൾ പാരലൽ ലൈൻസ് വരച്ചു പോയാൽ പോലും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ് നമുക്ക് വരയ്ക്കാൻ കഴിയും അല്ലേ? അപ്പോൾ ആ യൂണിറ്റിന്റെ ഇടയ്ക്കും ഒക്കെ നമുക്ക് പാരലൽ ലൈൻസ് വരച്ചൂടെ? വരയ്ക്കാൻ കഴിയും. അപ്പൊ എക്സ് ആക്സിസിന് ഹൊറിസോണ്ടൽ ലൈനിന് പാരലൽ ആയിട്ട് നമുക്ക് എത്ര ലൈൻസ് വരയ്ക്കാം? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ് വരയ്ക്കാം. അതിപ്പോ എക്സ് ആക്സിസ് എന്നല്ല, ഏതൊരു ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടും പാരലൽ ആയിട്ട് വരുന്ന രീതിക്കും നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ് വരയ്ക്കാം. ഡിസ്റ്റൻസ് പതുക്കെ കൂട്ടി കൊണ്ടുപോയാൽ മാത്രം മതി. ഓക്കെ. അതുകൊണ്ട് തന്നെ ദ സെറ്റ് ഓഫ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു ദ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എന്ത് സെറ്റാണ്? ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. അടുത്തത് ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റേഴ്സിന്റെ എണ്ണം. എത്ര ലെറ്റേഴ്സ് ഉണ്ട് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ? 26 ലെറ്റേഴ്സ് അല്ലേ? അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണുള്ളത്. സോ നമുക്ക് എന്ത് പറയാം? അതെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ലെറ്റേഴ്സുകളുടെ സെറ്റ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ് ആണ്. അടുത്തത് ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5. 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നമ്പേഴ്സിന്റെ കളക്ഷൻ.
ഓക്കെ, അതെന്തായിരിക്കും നോക്കിക്കേ. 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55 അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ അവിടെ എത്ര എലമെന്റ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ്? സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഓക്കെ, അടുത്തത് ദ സെറ്റ് ഓഫ് അനിമൽസ് ലിവിങ് ഓൺ ദ എർത്ത്. ലോകത്ത് ജീവിക്കുന്ന മൃഗങ്ങളുടെ എണ്ണം. എത്ര മൃഗങ്ങളുണ്ട്? കുറേ ഉണ്ട് അല്ലേ. പക്ഷെ എന്നാലും നമുക്കറിയാം ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് അനിമൽസേ ഉള്ളൂ എന്നുള്ളത്. അല്ലാതെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് അനിമൽസ് ഉണ്ടോ? ഇല്ല. ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്പീഷീസ് മാത്രമേ എന്തായാലും ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും ദ സെറ്റ് ഓഫ് അനിമൽസ് ലിവിങ് ഓൺ ദ എർത്ത് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്. ഓക്കെ, അടുത്ത് ദ സെറ്റ് ഓഫ് സർക്കിൾസ് പാസിംഗ് ത്രൂ ഒറിജിൻ. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന സർക്കിളുകളുടെ കളക്ഷൻ. ഓക്കെ, ഞാൻ അതൊന്ന് വരച്ച് കാണിച്ചു തരാം. നമ്മളിതാ ഇവിടെ ഇങ്ങനെ ആക്സിസ് വരച്ചു. ഇതിൽ ഒറിജിനെ ടച്ച് ചെയ്യുന്ന രീതിക്ക് എനിക്ക് എത്ര സർക്കിൾ വരയ്ക്കാൻ പറ്റും? ഇതൊരു സർക്കിളാണ്. ഇനി വേറൊരു സർക്കിൾ എനിക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ എനിക്ക് ഇതിന്റെ വലിപ്പം കൂട്ടി 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 പൊയ്ക്കൊണ്ടിരിക്കാം അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന രീതിക്ക് എത്ര സർക്കിൾ വരയ്ക്കാൻ പറ്റും? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സർക്കിൾസ് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ടച്ച് ചെയ്യുന്ന രീതിക്കും നമുക്ക് എത്ര സർക്കിൾസ് വരയ്ക്കാൻ പറ്റും? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സർക്കിൾസ് വരയ്ക്കാൻ പറ്റും. സോ സർക്കിൾ സെറ്റ് ഓഫ് സർക്കിൾ പാസിംഗ് ത്രൂ ദ ഒറിജിൻ എന്ന് പറയുന്നത് എന്ത് സെറ്റാണ്? ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. അടുത്തത് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ് വെദർ എ ഈക്വൽ ടു ബി ഓർ നോട്ട്. എ ബിക്ക് തുല്യമാണോ അല്ലയോ എന്ന് പറയുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി. എ എന്ന് പറയുന്നത് എ ബി സി ഡി എന്ന് പറയുന്ന സെറ്റ് ആണ്. ബി ഈക്വൽ ടു സെറ്റ് ഡി സി ബി എ. ഈക്വൽ ആണോ? ഈക്വൽ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? എയിലുള്ള ആൾക്കാരും ബിയിലുള്ള ആൾക്കാരും ഒന്ന് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക. എ ബി സി ഡി ഒന്ന് തന്നെയല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ഈക്വൽ ടു സെറ്റ് എ ഈക്വൽ ടു സെറ്റ് ബി ആണെന്ന് പറയാം. രണ്ട് സെറ്റും തുല്യമാണെന്ന് പറയാം. അടുത്തത് എ എന്ന് പറയുന്നത് 4, 8, 12, 16. ബി എന്ന് പറയുന്നത് 8, 4, 16, 18. ഇവിടെ നോക്കിക്കേ, എയിൽ 12 ഉണ്ട്, ബിയിൽ 12 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എ ഈക്വൽ ടു ബി ആകാൻ പറ്റോ? ഇല്ല. സോ നമുക്ക് ഇവിടെ പറയാം എ നോട്ട് ഈക്വൽ ടു ബി ആണ്. എ നോട്ട് ഈക്വൽസ് ബി എന്ന് പറയാം. അടുത്തത് എ ഈക്വൽസ് സെറ്റ് 2, 4, 6, 8, 10. B equals set x such that x is a positive even integer and x less than or equal to 10. x എന്ന് പറയുന്നത് പോസിറ്റീവ് ഇവൻ ഇന്റിജർ ആണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 വരണം. അപ്പൊ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാകുന്നില്ല. പക്ഷെ നമുക്ക് ആ സെറ്റ് ഒന്ന് എഴുതി നോക്കാം. ബി എന്ന് പറയുന്ന സെറ്റ് ഒന്ന് എഴുതി നോക്കാം. ബി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരുന്നത്? ഈവൻ ഇന്റിജേഴ്സ് ആണ്. സോ 2 വരാം, 4, 6, 8, 10 വരെയല്ലേ വരുന്നത്? യെസ്. അതുകൊണ്ട് നമുക്ക് 10 വരെ വരാം. ഇവിടെ നോക്കിക്കേ, 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എ ഈക്വൽസ് ബി എന്ന് പറയാം. അടുത്തത് എ ഈക്വൽസ് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 10. എക്സ് എന്ന് പറയുന്നത് 10ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അടുത്തത് ബി ഈക്വൽ സെറ്റ് 10, 15, 20, 25, 30, 35 എക്സെട്ര. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ രണ്ട് സെറ്റും തുല്യമാകോ? എയിൽ ആരൊക്കെ ഉള്ളൂ? 10ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ എയിലുള്ള ആൾക്കാർ ആരൊക്കെയാ? 10, 20, 30, 40, 50, 60, 70 എന്ന് പറഞ്ഞു പോകും. പക്ഷെ ബിയിലുള്ളതോ? ബിയിൽ 15, 25 എന്നുള്ള ആൾക്കാരും ഉണ്ട്. 15 ബിയിലുണ്ട്. ഇവിടെ നോക്കിക്കേ, 15 ബിയിലുണ്ട്. നമുക്ക് പറയാം 15 എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് ബി ആണ്. ബട്ട് 15 നോട്ട് ആൻ എലമെന്റ് ഓഫ് എ. അല്ലേ? എയിൽ 15 എലമെന്റ് ആയിട്ട് വരോ? 10ന്റെ മൾട്ടിപ്പിൾ ആണ്. 15 10ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അതുകൊണ്ട് തന്നെ 15 ബിയിലെ എലമെന്റ് ആണ്. പക്ഷെ 15 എന്ന് പറയുന്നത് എയിലെ എലമെന്റ് അല്ല. രണ്ടിലും ഒരേ ആൾക്കാരാണെങ്കിൽ മാത്രമേ ഈക്വൽ ആവുള്ളൂ.
സോ ഇവിടെ നമുക്ക് എന്ത് പറയാം? എ നോട്ട് ഈക്വൽസ് ബി എന്ന് പറയാം. ക്ലിയർ അല്ലേ? എന്നാ അടുത്തതിലോട്ട്. ആർ ദ ഫോളോയിങ് പെയർ ഓഫ് സെറ്റ്സ് ഈക്വൽ? തന്നിട്ടുള്ള സെറ്റുകൾ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. എ എന്ന് പറയുന്ന സെറ്റ് 2 3, ബി എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് x² + 5x + 6 = 0. ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരണം. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് എങ്ങനെ വരാം? പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 6ഉം വരണം, സം ചെയ്യുമ്പോൾ 5ഉം വരണം. നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? x² + 5x + 6 എങ്ങനെ എഴുതാൻ കഴിയും? നമുക്ക് എഴുതാം x + 2 ടൈംസ് x + 3 എന്ന് എഴുതാം അല്ലേ? x + 2 ടൈംസ് x + 3 എന്ന് നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സിന് ഏതൊക്കെയായിരിക്കും വാല്യൂസ് വരുന്നത്? ഇത് ഓരോന്നും 0ക്ക് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും x = -2, അടുത്ത് x = -3 എന്ന് പറഞ്ഞ് കിട്ടും. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന എക്സിന്റെ വാല്യൂ, സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്ന എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? -2ഉം -3യുമാണ്. അതുകൊണ്ട് തന്നെ ബി എന്ന് പറയുന്ന സെറ്റ് ഏതാണ്? സെറ്റ് -2, -3. -2 -3 എന്ന് പറയുന്നതാണ് ബി എന്ന് പറയുന്ന സെറ്റ്. എ എന്ന് പറയുന്ന സെറ്റ് ആണെങ്കിലോ 2 3, 2ഉം -2ഉം അല്ലെങ്കിൽ 3ഉം -3 ഒക്കെ സെയിം ആണോ? അല്ല. അതുകൊണ്ട് തന്നെ എ നോട്ട് ഈക്വൽസ് ബി എന്ന് നമുക്ക് പറയാം. അടുത്തത് എ ഈക്വൽസ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ഫോളോ. എ എന്ന് പറയുന്നത് ഫോളോ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സിന്റെ കളക്ഷൻ ആണ്. അപ്പൊ നമുക്ക് എ ഒന്ന് എഴുതി നോക്കാം. എ ഈക്വൽ ടു എയിൽ ആരൊക്കെ വരും? എഫ് വരും, ഒ വരും, എൽ വരും. വീണ്ടും എൽ എഴുതണോ? വേണ്ട, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. വീണ്ടും ഒ എഴുതണ്ട. അടുത്ത് ഡബ്ല്യു. ഓക്കെ, അടുത്ത് ബി എന്ന് പറയുന്നത് വൂൾഫ് എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. ബി ഒന്ന് എഴുതി നോക്കാം. ബി ഈക്വൽസ് സെറ്റ് ഡബ്ല്യു ഒ എൽ എഫ്. രണ്ടും തുല്യമാണോ? രണ്ടിലും ഒരേ ആൾക്കാരാണോ ഉള്ളത്? ഡബ്ല്യു രണ്ടിലും ഉണ്ട്, ഒ രണ്ടിലുമുണ്ട്, എൽ രണ്ടിലുമുണ്ട്, എഫ് രണ്ടിലുമുണ്ട്. വേറെ ആരും എക്സ്ട്രാ കയറി വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സെറ്റും എന്ന് പറയുന്നത്, എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും എന്താണ്? അവർ ഈക്വൽ ആണ്. സോ നമുക്ക് പറയാം എ ഈക്വൽസ് ബി എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇത്രയും എക്സാമ്പിൾസ് നമുക്ക് മനസ്സിലാകും എ എന്ന് പറയുന്ന സെറ്റ് ബി എന്ന് പറയുന്ന സെറ്റുമായിട്ട് എപ്പോഴാണ് ഈക്വൽ ആകുന്നത് എന്നുള്ളത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഫ്രം ദ സെറ്റ്സ് ഗിവൺ ബിലോ സെലക്ട് സെറ്റ്സ് ഈക്വൽ. ഓക്കെ, സെലക്ട് ഈക്വൽ സെറ്റ്സ്. തന്നിട്ടുള്ള സെറ്റുകളിൽ നിന്ന് ഈക്വൽ ആയിട്ടുള്ള സെറ്റുകൾ എഴുതാനാണ് ചോദിക്കുന്നത്. സോ നമുക്ക് എ നോക്കാം. എ ആരെങ്കിലും ആയിട്ട് സെയിം ആവുമെന്ന് തോന്നുന്നുണ്ടോ? എ എന്തായാലും ബിയുമായിട്ട് സെയിം ആവില്ല. കാരണം ബിയിൽ 1 ഉണ്ട്, എയിൽ 1 ഇല്ല. എ എന്ന് പറയുന്നത് ഡിയുമായിട്ടാകില്ല, എഫുമായിട്ടാകില്ല, എച്ചുമായിട്ടാകില്ല. ഇതിൻ്റെ ഒന്നും എണ്ണം പോലും സെയിം അല്ല. പിന്നെ അതിലോട്ട് നമ്മൾ ചിന്തിക്കേണ്ടേ വേണ്ട. ഓക്കെ, എണ്ണം സെയിം ആയില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇതിലുള്ള ആൾക്കാരെല്ലാവരും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടേ കാര്യമല്ല. ഇനി എണ്ണം സെയിം ആണെങ്കിൽ ഉള്ള ആൾക്കാർ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഇവിടെ നോക്കിക്കേ, എ സി നോക്കിക്കേ. 4 8 12, പക്ഷേ 2 14. 2 ഉണ്ട്, എയിലുണ്ട്, സിയിലില്ല. അപ്പൊ നമുക്ക് അത് നോക്കണോ? വേണ്ട. അപ്പൊ എ ആരുമായിട്ട് സെയിം അല്ല. അടുത്ത ആളെ നോക്കാം. ബി നോക്കാം. ബി എന്ന് പറയുന്നത് എന്താ? 1 2 3 4. 1 2 3 4 ഇവിടെ ഏതിലെങ്കിലും ഉണ്ടോ? യെസ്, 3 1 4 2. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട് അല്ലേ? ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഒരു സെറ്റും ഈ ഒരു സെറ്റിലുള്ള എല്ലാവരും ഇവിടെയും ഉണ്ട്. സോ നമുക്ക് പറയാം ബി ഈക്വൽ ടു ഡി. ബി ഡിയുമായിട്ട് തുല്യമാണ്. വേറെ ആരെങ്കിലും ആയിട്ട് തുല്യമാണോ? അല്ല. അടുത്ത് നമുക്ക് സി പിന്നെ നോക്കണ്ട, നമ്മൾ നേരത്തെ നോക്കിയതാണ്, ആ കൂട്ടത്തിൽ ആരും കണ്ടില്ല. അടുത്ത് ഈ നമുക്ക് നോക്കാം. ഈയിൽ ആരുണ്ട്? -1ഉം 1ഉം. വേറെ ഏതിലെങ്കിലും -1ഉം 1ഉം ഉണ്ടോ? ജിയിലുണ്ട് അല്ലേ? -1 -1 1 1. ഓക്കെ, സോ ഇ ഈക്വൽ ടു ജി. ഇയും ജിയും തുല്യമാണെന്ന് പറയാം. ഇനി എഫ് എച്ചിന്റെ കേസിലാണെങ്കിലോ 0 ഉണ്ട്, പക്ഷെ എഫിൽ എ ഉണ്ട്, എച്ചിൽ എ ഇല്ല. സോ അവര് തുല്യമല്ല. അപ്പൊ ഈ കൂട്ടത്തിൽ തുല്യമായിട്ടുള്ള ഒരു ബി ഈക്വൽ ടു ഡിയും ഇ ഈക്വൽ ടു ജിയുമാണ്. അടുത്ത ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മളുടെ
ആ ഒരു ടോപ്പിക് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്, ആ ഒരു എക്സസൈസ് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത ടൈപ്പ് ഓഫ് സെറ്റിലേക്കാണ് കടക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഒരു 2-3 സെറ്റ് ഒന്ന് നോക്കി വയ്ക്കാം. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ സെറ്റ്സ്? തന്നിട്ടുള്ള ഈ 2 സെറ്റുകളും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് പറയുക. എക്സ് ഈക്വൽസ് സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്. എക്സ് എന്ന് പറയുന്നത് ഇൻ യുവർ സ്കൂൾ, എക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂളിലുള്ള മുഴുവൻ കുട്ടികളുടെയും കളക്ഷനാണ്. ഓക്കെ, നിങ്ങളുടെ സ്കൂൾ, ഇതാണ് നിങ്ങളുടെ സ്കൂൾ എങ്കിൽ ഈ സ്കൂളിലുള്ള മുഴുവൻ കുട്ടികളുടെയും കളക്ഷനാണ് എന്തെന്ന് പറയുന്നത്, എക്സ് എന്ന് പറയുന്നത്. ഇനി വൈ എന്ന് പറയുന്നതോ, വൈ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളുടെയും കളക്ഷനാണ് എന്തെന്ന് പറയുന്ന വൈ എന്ന് പറയുന്ന. ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താ? നമുക്കറിയാം, ഇത് മൊത്തത്തിലാണ് നമ്മളെ സ്കൂള് എങ്കിൽ നമ്മളെ ക്ലാസ് എവിടെയായിരിക്കും? സപ്പോസ് ഇതാണ് നമ്മളെ ക്ലാസ് എങ്കിൽ ഈ ക്ലാസ് ഏതിൻ്റെ അകത്താ വരുന്നേ? നമ്മുടെ സ്കൂളിനുള്ളിലാണ് അത് വരുന്നത് അല്ലേ? അപ്പോൾ സ്കൂളിലുള്ള മുഴുവൻ കുട്ടികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനുള്ളിലാണ് ആര് വരുന്നത്? നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ എന്ന് പറയുന്ന ഗ്രൂപ്പ് വരുന്നത്. അപ്പൊ ഇത് ഇത്രയും വലിയൊരു ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക. ഇത് ഇത്രയും വലിയൊരു ഗ്രൂപ്പ്, ഇതിൻ്റെ അകത്താണ് എന്ത്, നമ്മുടെ സ്കൂളിലെ കുട്ടികളെല്ലാവരെയും പാക്ക് ചെയ്ത് നിർത്തുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിനുള്ളിലായിരിക്കും ആര് വരുന്നത്? നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ വരുന്നത്. അല്ലാതെ ഇതിന് പുറത്തായിരിക്കും നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ വരുന്നത്? അല്ല, നമ്മുടെ ക്ലാസ്സിലുള്ള ഏതൊരു കുട്ടി എടുത്താലും അവരെല്ലാം സ്കൂളിലെയും കുട്ടികളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സപ്പോസ് ഒരു വലിയൊരു ചാക്കെടുത്ത് നമ്മുടെ സ്കൂളിലുള്ള കുട്ടികളെ മൊത്തം അതിനുള്ളിൽ നിറയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ചാക്കിനുള്ളിൽ തന്നെയായിരിക്കും എന്ത് ഉണ്ടാകുക? നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളും ഉണ്ടാവുക അല്ലേ? അത് തന്നെയാണ് നമ്മുടെ പറയുന്നത്. അപ്പോൾ ഒരു സെറ്റിന്റെ അകത്ത് നമ്മുടെ സ്കൂളിലുള്ള മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തിയാൽ അതിനുള്ളിൽ ആരൊളിച്ചിരിപ്പുണ്ട്? നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറയുന്ന സെറ്റ് അതിനുള്ളിൽ, സെറ്റിലുള്ള എലമെന്റ്സ് എല്ലാം അതിനുള്ളിൽ തന്നെയുണ്ട്. അങ്ങനെ ഒരു സെറ്റിനകത്തുള്ള എലമെന്റ്സ് എല്ലാം വേറൊരു സെറ്റിന്റെ അകത്തുള്ള എലമെന്റ്സിൽ, വേറൊരു സെറ്റിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്സെറ്റ്. ഓക്കെ, അപ്പൊ എ സബ്സെറ്റ് ഓഫ് ബി, എ എന്ന് പറയുന്നത് സെറ്റ് ബി സബ്സെറ്റ് ഓഫ് ബി, എ എന്ന് പറയുന്നത് ബിന്റെ സബ്സെറ്റ് ആകണമെങ്കിൽ എയിലുള്ള എലമെന്റ്സ് എല്ലാം എവിടെയും വേണം? ബിയിലും വേണം. എയിലെ എലമെന്റ്സ് എല്ലാം നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? എക്സ് സബ്സെറ്റ് ഓഫ്, ഇവിടെ നമുക്ക് എന്ത് പറയാം? എക്സ് സബ്സെറ്റ് ഓഫ് വൈ എന്ന് പറയാം. ഓക്കെ, എക്സ് സബ്സെറ്റ് ഓഫ് വൈ എന്ന് പറയാം. അല്ല, എക്സ് അല്ല, സോറി, തിരിച്ചാണേ, മാറിയതാണ്, നമ്മൾ തിരിച്ചാണ് എഴുതിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ വൈ സബ്സെറ്റ് ഓഫ് എക്സ് എന്ന് പറയാം. എങ്ങനെ പറയാം? വൈ സബ്സെറ്റ് ഓഫ് എക്സ് എന്ന് പറയാം. വൈ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ. അത് എന്ന് പറയുന്നത് സ്കൂളിലുള്ള കുട്ടികളുടെ ഉള്ളിൽ അതിൻ്റെ അകത്തുള്ള എലമെന്റ്സ് എല്ലാം വരും. ക്ലാസ്സിലുള്ള ഏതൊരു കുട്ടി എടുത്താലും അത് ആരിലും ഉള്ളതാണ്? സ്കൂളിലുള്ള കുട്ടികളുടെ കൂട്ടത്തിലും ഉള്ളതാണ്. സോ വൈയിലെ ഏതൊരു എലമെന്റ് എടുത്താലും അത് ആരിലുമുണ്ട്? എക്സിലുമുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? വൈ സബ്സെറ്റ് ഓഫ് എക്സ് എന്ന് പറയാം.